പാവം കുട്ടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചേച്ചി വന്നിട്ട് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറയും. ഭയങ്കര കാറ്റ് കുടിയൊക്കെ പറക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ബർത്ത്ഡേക്ക് പോവാണ്. നിർത്തുക. എന്താ കഴിക്കാൻ വേണ്ടേ? തീറ്റാന്നൊരു വിചാരമുണ്ടോ എനിക്ക്? നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. നമ്മള് ഞം കഴിഞ്ഞ് പിന്നെന്താ നമ്മള് ബസ് കയറി തറവാട്ടിലോട്ട് നമ്മള് നടന്നോണ്ടിരിക്കുക. റോഡ് കണ്ടോ? ഇങ്ങനെയാണ് ഓരോരുത്തർ റോഡൊക്കെ ആക്കി വെക്കുന്നത്. മനുഷ്യൻ നടക്കാനും വയ്യ. ഇന്ന ഒരു ബസ് നിർത്തൂല. ഓട്ടോയ്ക്കാണെങ്കിൽ ഇവിടുന്ന് അവിടം വരെ പോകുന്നതിന് 50 രൂപ കൊടുക്കണം. ഞാൻ കൊടുക്കൂല. ശരി, എന്നാ ഇനി തറവാട്ടിലെത്തിയിട്ട് ബാക്കി എടുക്കാം. ബൈ ബൈ. ഹലോ, നാളെ ബർത്ത്ഡേ. എത്ര വയസ്സായി? 8ഓ? 9. ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ. എന്നോട് എല്ലാരും വിഷ് ചെയ്യണമെന്ന് പറയാം. എന്തിനു കാണാം എന്തോ ബർത്ത്ഡേന്റെ ഒരുക്കാണ്. അവിടെ ഇനി വാ. ബർത്ത്ഡേക്ക് ഓടി കൊടുക്കുന്നു. ഇതെന്തൊക്കെയൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് തയ്യാറാക്കാം. ബൈ ബൈ. നമുക്കിനി ബാക്കിയെല്ലാം വൈകുന്നേരം. ബൈ ബൈ പറ. സീ യു. ഗുഡ് നൈറ്റ്. ടാറ്റാ. നമ്മുടെ ഫീ പോയി. ഇത്രയും നാളെന്താ പറയാ എത്രയാക്കി. ഫീ ഒരാവേശത്തിന് ഫീൻ്റെ ഇവിടുത്തെ സാധനം ഒന്ന് വലിച്ചതാ കീറി. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇട്ടു. എവിടേക്കോ കാറ്റ് മിസ്സാണ്. വയ്യ. അങ്ങനെ ഇപ്പം ഇവിടെ കണ്ടോ? ഇവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിപ്പോ എങ്ങനെയൊക്കെയാണ് വേണ്ട. ഇവർക്ക് എന്റെ ഫോണൊക്കെ വേണം. ഫോണിന്റെ ലോക്കൊക്കെ ഒന്നും അറിഞ്ഞൂടാ. തെറ്റിച്ച് ചെയ്യുന്നുണ്ടല്ലേ.
അപ്പം ഇപ്പൊ ലോക്കായി ഒന്നും അറിയില്ല കുട്ടിക്ക്. എന്റെ ഫേസ് കാണിച്ചാൽ മതി. എനിക്ക് ഫേസ് നോക്കാം. ആവണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അങ്ങോട്ട് ഫോൺ വിളിച്ചാൽ പോകും. ഹാപ്പി ചെയ്ത് കഴിഞ്ഞു. ഒരുത്തിന്റെ കുർത്തക്കേട് ഇവിടെ ലോഡഡ് ആണ്. കണ്ടോ? ഇതേപോലത്തെ അനിയത്തികളൊക്കെ ഉണ്ടായ ഇതാണ് അവസ്ഥ അല്ലേ? ഇതെന്തത്? ഞാൻ അത് റബ്ബർ ഷീറ്റ് ആണ് വിചാരിച്ചത്. കണ്ടോ? ഇതാണ് പ്രകൃതി. ഇനി വാ എന്റെ യൂട്യൂബിലൊരു ഇതാവണെങ്കിൽ അതേ പോയി. ആള് ഞാനാണ് ഞാൻ ഇതിനെ കാട്ടാറ്. ഫസ്റ്റ് എന്തേലൊക്കെ യൂട്യൂബിൽ ഇടാൻ ബ്ലോഗ് എടുക്കാൻ ഇങ്ങനെയാവും. അലീനെ കണ്ടോ? കറുപ്പിട്ട് ഇറങ്ങിയേക്ക. കൊല കണ്ടോ? അതാ ആണ് കൊല. ഇവിടെ വാഴേന്റെ കൂട്ടത്തിൽ വേറെ ഒരു വാഴ. എക്സാം എഴുതുമ്പോ മാത്രം കട്ടാക്കരുത്. എക്സാം എഴുതുമ്പോ മാത്രം അവർക്ക് കൈവേദന ഇല്ല. ഞാൻ പറയാം, എക്സാം എഴുതുമ്പോ മാത്രം. എന്നിട്ട് കോളേജിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടൊക്കെയാ പോക്ക്. വെറും ഷോക്ക് മാത്രം. ഇത് കുഴിയാ, വേസ്റ്റ് ആണ് കുഴി. അപ്പൊ ഇവളെ ഇതിനകത്തിടണം. ഇവളെ നമുക്ക് ഒരുക്കാൻ പോവാം അല്ലേ? സുന്ദരിയാവണ്ടേ? സുന്ദരിയായിട്ട് വരാം. ഹലോ പറ. അയ്യോ ഇങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കണം. നിങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. വിശന്ന് ആക്രാന്തം പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇന്ന് രാജേച്ചിന്റെ സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണി കണ്ടോ? ഒന്നോട് പറ, എന്ത് ബിരിയാണിയാണ്? വിടില്ല, ഇനി വിടില്ല. ഈ വ്യക്തി പറയുന്നു അത് ശ്രീലങ്കൻ ബിരിയാണിയാണ്. അവണിന്റെ ബർത്ത്ഡേ ഇത് കരുതിക്കുട്ടി പറയിപ്പിക്കുന്നതാ. ഗായത്രി ഉണ്ടായതുകൊണ്ട് നല്ല ഉണ്ടെന്ന് പറയാൻ. അല്ല അവണി സത്യമായിട്ട് പറ, എങ്ങനെയുണ്ട്? ചേച്ചിമാര് ഇല്ലാത്തതുകൊണ്ടോ? ഉള്ളത് കൊണ്ട്. കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ടിങ് ടിങ്. ടിങ് ടിങ്. ടാറ്റാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.